ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതൊരു മീൻ കറിയാണ്. അതിനായിട്ട് ഞാൻ അവോലി എടുത്ത് വെച്ചിരിക്കുന്നത് പോംഫ്രെറ്റ്. അത് ആദ്യം എനിക്കൊന്ന് ഇത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് വരാം. ഓക്കെ, എന്നിട്ട് ഞാനിതെല്ലാം പറഞ്ഞുതരാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന്. ഈസി ആയിട്ടുള്ളൊരു എന്താ പറയുക വറുത്തരച്ച മീൻ കറിയാണ്. ഓക്കെ, 4 അവോലി എടുത്തിരുന്നു. അതിപ്പോൾ ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, വലുതായതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഈസി ആയിട്ടുള്ള വറുത്തരച്ചൊരു കറി. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ഡ്രൈ കോക്കനട്ടില്ലേ, കോക്കനട്ട് ഫ്ലേക്സ്, പച്ച തേങ്ങയല്ല, ഡ്രൈ കോക്കനട്ട് ഫ്ലേക്സ്. അതുകൊണ്ട് വേഗത്തിലൊന്ന് വറുത്ത് വരും. നമ്മളിത് എടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുമ്പോഴത്തേന് വേഗത്തിലിത് റെഡിയാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈസി ആയിട്ടുള്ളൊരു വറുത്തരച്ച അവോലി കറി. ഓക്കെ, അപ്പം തേങ്ങ തിരുമിയ ഇതാണെങ്കിലും നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഓക്കെ, അതൊന്ന് ഡ്രൈ ആക്കണമെന്നേ ഉള്ളൂ. നമ്മൾ വറുക്കുന്നത് കുറച്ച് ടൈം എടുത്ത് വറുക്കേണ്ടി വരുമെന്നേ ഉള്ളൂ. അതെങ്കിൽ അത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇത് കോക്കനട്ട് ഫ്ലേക്സ്, ഡ്രൈ കോക്കനട്ട് ഫ്ലേക്സ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഇതുണ്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇത് വറുക്കാൻ ഇപ്പം ഈ കോക്കനട്ട് ഫ്ലേക്സും കുറച്ച് ഉള്ളി, പേളോണിയൻ ഓർ ഷാലറ്റ് 4 എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് വറുത്തിട്ട് അതിൻ്റെ കൂടെ ഈ വറ്റൽമുളകില്ലേ, റെഡ് ചില്ലി, ഡ്രൈ റെഡ് ചില്ലി എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഈ ഉള്ളിയും കൂടെ ഒന്ന് നമുക്ക് വറുക്കണം. എന്നിട്ട് അതിനകത്തോട്ട് ഈ തേങ്ങ ഇട്ട് കൊടുക്കുക. ദെൻ പിന്നെ കുറച്ച് മസാലകളൊക്കെ വേണം. എന്നുവെച്ചാൽ ടർമറിക് പൗഡർ, ചില്ലി പൗഡർ, കൊറിയാണ്ടർ പൗഡർ ആൻഡ് ഫെനുഗ്രീക്ക് പൗഡർ, ഇത്രയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഉള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത്, അത് ഞാൻ കട്ട് ചെയ്യാൻ പോവാം. കട്ട് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. അത് കട്ട് ചെയ്യുക. അപ്പം ഞാൻ ചിലപ്പോൾ ഞാൻ ഇത്തിരി കോക്കനട്ട് ഓയിൽ വേഗത്തിലൊന്ന് വറുത്ത് വരാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കും. അങ്ങനെയുണ്ടെങ്കിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഇത് വറുത്തും ഇതും ഈ വറ്റൽമുളകും കൂടെ ഒന്ന് വേഗത്തിൽ വറുത്തെടുക്കാം. അതിനകത്തോട്ട് ഇത് ഇടാം. നമുക്ക് എന്താ പറയുക, കറി ലീഫ് ഇട്ട് വറുത്തിട്ട് പിന്നെ കോക്കനട്ട് ഇട്ട് വറുക്കണം. എന്നിട്ട് ഈ പൊടികളെല്ലാം, പൊടികളെന്ന് വെച്ചാൽ ഒരു 1/2 ടീസ്പൂൺ ഫെനുഗ്രീക്ക് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ശരിക്കും 1 ടീസ്പൂൺ എടുക്കും. 1 ടീസ്പൂൺ എടുക്കും. അതിനകത്ത് ഹാഫ് ടീസ്പൂൺ ഫെനുഗ്രീക്ക് പൗഡർ ഞാൻ ഈ ഇത് വറക്കുമ്പോൾ ഇടും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഞാൻ ലാസ്റ്റ് ഒന്ന് വറുത്തിടാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഓക്കെ, കറി ലീഫും ഈ ഫിഷ് കറി എല്ലാം റെഡി ആയിട്ട് വരുമ്പം നമുക്ക് കുറച്ച് കറി ലീഫും ആ ഫെനുഗ്രീക്ക് പൗഡറൂടെ ഒന്ന് കോക്കനട്ട് ഓയിൽ. ഓക്കെ, ലാസ്റ്റ് ഇടാൻ വെച്ചിരിക്കുന്ന ഫെനുഗ്രീക്ക് പൗഡറും കറി ലീഫ് ചെയ്ത് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് അതിട്ട് വറുത്തിട്ട് ലാസ്റ്റ് ഒന്ന് ഇടാൻ. ഓക്കെ, അപ്പോൾ ഇതിൽ പൊടികൾ എന്ന് വെച്ചാൽ 1/2 ടീസ്പൂൺ ഫെനുഗ്രീക്ക് പൗഡർ അല്ലെങ്കിൽ ഉലുവാപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, 1 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി എടുത്ത് വെച്ചിട്ട്, പിന്നെ 1.5 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ. ഓക്കെ, ഇത്രയാ മസാല വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ തേങ്ങയും ഉള്ളിയും ഈ മുളകും എല്ലാം കൂടെ ഒന്ന് വറുത്ത് എടുക്കണം. ഓക്കെ, വറുത്തിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്യണം, നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഒരു കലമൊക്കെ വെച്ചിട്ട് ഇതിനകത്തോട്ട് കലത്തിലോട്ട് ഈ ഇതെല്ലാം കലക്കി വെക്കുമ്പം ഇടാനുള്ള സാധനങ്ങളാണ് കുറച്ച് പുളി. ഓക്കെ, കുറച്ച് പുളി, വടക്കൻപുളി അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ വടക്കൻപുളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്താ പറയുന്നത് ടൊമാറ്റോ, ഒരു 3 ടൊമാറ്റോ ഒക്കെ എടുത്തിട്ടൊന്ന് വഴറ്റിയിടാം. അല്ലെങ്കിൽ 2 ടൊമാറ്റോ ആയാലും മതി. ഈ 4 പോംഫ്രെറ്റ്, 4 അവോലിയൊക്കെ എടുക്കുമ്പം നിങ്ങൾക്കൊരു 2 ടൊമാറ്റോയുടെ ആവശ്യമുള്ളൂ പുളിക്ക്. ഓക്കെ, അതെങ്കിൽ അതെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ പുളിയില്ലേ, പുളി ടാമറിൻ പേസ്റ്റോ ടാമറിൻ്റെ അല്ലാതെ ഉണ്ടെങ്കിൽ അതെടുക്കാം. എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പം ഈ പുളിയാണ്, വടക്കൻ പുളി എന്ന് പറഞ്ഞാൽ അതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള പച്ചമുളക്, ഗ്രീൻ ചില്ലി, പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള എരിവിനുള്ള ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കാം. ഓക്കെ, അതൊക്കെ ഇടുക. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള സാൾട്ട് വേണം. പിന്നെ കുറച്ച് കോക്കനട്ട് ഓയിൽ, ഞാൻ പറഞ്ഞില്ല ഇതൊന്ന് വറുത്തിടാൻ, ലാസ്റ്റ് വറുത്തിടാൻ വേണമെങ്കിൽ ഈ ഉള്ളി ഒന്ന് വഴറ്റിയിടാനും വേണം. ഓക്കെ, അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഇങ്ങനെ പോംഫ്രെറ്റ് വറുത്തരിച്ച് കറി വെക്കാൻ വേണ്ടത്. അപ്പോൾ നമുക്കിനിപ്പം ഈ ഉള്ളി ഒന്ന് അരിഞ്ഞിട്ട് വരാം. ആ ചെറിയ ഉള്ളി എടുത്തില്ലേ, ഷാലറ്റ് എടുത്ത് ഞാൻ ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാം കൂടെ ഒന്ന് വറുത്ത് എടുത്തിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഓക്കെ,
ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം ആദ്യം. ഓക്കെ, ഇതിങ്ങനെ വാട്ടിയെടുക്കുക. ഇതിനകത്തോട്ട് വേണമെങ്കിൽ നമുക്ക് ആ വറ്റൽമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വറ്റൽമുളക് വേഗത്തിൽ ഇങ്ങനെ വറുക്കാൻ വേണ്ടി ഞാനൊന്ന് കട്ട് ചെയ്ത് ഇട്ടത്. ഇപ്പോൾ അതിനകത്ത് വറ്റൽമുളക് ഒത്തിരി അരി ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എരിവ് കൂടുതലായിട്ടൊക്കെ തോന്നുന്നവർക്കാണെങ്കിൽ വേണമെങ്കിൽ അരി കുറച്ച് കളഞ്ഞിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ കോക്കനട്ട് ഓൾറെഡി ഡ്രൈ കോക്കനട്ട് ഫ്ലേക്സാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് പച്ച തേങ്ങ കൊണ്ടാണ് കുറച്ച് ടൈം, അത് തേങ്ങ ഒന്ന് വറുത്ത് വരാൻ ഇച്ചിരി ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നു. കറി ലീഫ് കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോകാം. അല്ലെങ്കിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഒത്തിരി കോക്കനട്ട് ഓയിൽ ഒന്ന് വേഗത്തിൽ വറുത്ത് വരാൻ വേണ്ടി അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കും. ഇത് ഓപ്ഷനില്ല, വേണമെങ്കിൽ മതി. നമുക്കിനി കുറച്ച് കഴിഞ്ഞ് തേങ്ങയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്കിനിപ്പം കോക്കനട്ട് ഫ്ലേക്സ് എടുത്ത് വെച്ചിരിക്കുന്നത്, 1 കപ്പ് കോക്കനട്ട് ഫ്ലേക്സ് എടുത്ത് വെച്ചാൽ അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. മുളക് പൊടിക്ക് പുറമെ ഞാൻ 3 വറ്റൽമുളക് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഓരോരുത്തരുടെ ഇഷ്ടംപോലെ എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ വറ്റൽമുളകും പച്ചമുളക് പിന്നെ മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടംപോലെ ആഡ് ചെയ്യാം. ഞാനൊരു 3 വറ്റൽമുളക് കൂടെ ചില്ലി പൗഡറിന് പുറമെ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം കോക്കനട്ട് ഫ്ലേക്സിനകത്ത് ആഡ് ചെയ്യാൻ പോവാം. കോക്കനട്ട് ഫ്ലേക്സ് കൂടെ ഞാൻ അതിനകത്തോട്ട് ആഡ് ചെയ്തു. ഈ കോക്കനട്ട് ഫ്ലേക്സ് ഇതല്ലേ ഡ്രൈ കോക്കനട്ട് ഫ്ലേക്സ് അതിൻ്റെ വേഗത്തിൽ ഇത് നമുക്ക് വറുത്തെടുക്കാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈസി ആയിട്ടുള്ളൊരു വറുത്തരച്ച മീൻ കറിയാണെന്ന് പറഞ്ഞത്. ഓക്കെ, മറ്റേ എന്താ പറയുന്നത് കോക്കനട്ട് ഗ്രേറ്റഡ് ഫ്രഷ് ആയിട്ട് എടുക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും ഇത് വറുത്ത് വരാൻ. ഇതാകുമ്പോൾ പെട്ടെന്ന് 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് വറുത്ത് വരും. ഓക്കെ, അത് കഴിയുമ്പോൾ നമുക്ക് ആ പൊടിയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ മഞ്ഞപ്പൊടി ഇല്ലേ, ടെർമറിക് പൗഡർ നമ്മളിപ്പോൾ വറുക്കുമ്പം വറുത്തെല്ലാം എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് എൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. ബാക്കിയെല്ലാ പൊടി നമുക്ക് തേങ്ങ വറുക്കുന്ന കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. ഇത് ഓൾമോസ്റ്റ് ആയിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞില്ല ഡ്രൈ ഫ്ലേക്സ് ആയതുകൊണ്ട് വേഗത്തിൽ ഇത് 2 മിനിറ്റ് എടുത്തത് എളുപ്പത്തിൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പൊടികൾ മല്ലിപ്പൊടി, കൊറിയാണ്ടർ പൗഡർ, ദെൻ ചില്ലി പൗഡർ, ഞാൻ പറഞ്ഞില്ലേ ഈ എന്താ പറയുക ടർമറിക് പൗഡർ മാത്രമേ ഉള്ളൂ ഞാൻ ഇതൊന്ന് വറുത്തിട്ടേ ഇട്ട് കൊടുക്കത്തുള്ളൂ. ഓക്കെ, ഇത് ഉലുവ പൊടി, ഫെനുഗ്രീക്ക് പൗഡർ, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ഞാൻ പൊടിയെല്ലാം കൂടി ഇട്ടൊരു 2 മിനിറ്റ് ഒന്ന് എല്ലാം കൂടി ഇട്ട് വറുത്ത് ഇനിയിപ്പോൾ നമുക്ക് മഞ്ഞപ്പൊടിയില്ല അതുകൊണ്ട് ഞാൻ അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കുക. ഓക്കെ, അപ്പം ലാസ്റ്റ് ഇപ്പം ഞാൻ ആ ടർമറിക് പൗഡറുടെ ഇട്ട് കൊടുത്തൊക്കെ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുക. ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തു. നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനിയിപ്പം ഈ തേങ്ങയില്ലേ അത് നമുക്ക് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് വരാം. നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യണം. ഓക്കെ, ആ തേങ്ങ ഇങ്ങനെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കൊരു പാത്രം വെച്ചിട്ട് കലമോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രം വെച്ചിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് തിളപ്പിച്ചിട്ട് നമുക്ക് മീനെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് അരപ്പിട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. തിളയ്ക്കാൻ വെക്കാം. ഓക്കെ, ഒന്ന് ചെറുതായിട്ട് ബോയിൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ ഫിഷ് കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ പുളിയില്ലേ, പുളി ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം അതിനകത്തോട്ട്. അപ്പോൾ പുളിയും ഒക്കെ ആയിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. പുളി ഇട്ട് ഞാൻ ഗ്രീൻ ചില്ലി എടുത്ത് വെച്ചിട്ടില്ല, അതുകൂടെ ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോവാം. ഇപ്പം അരപ്പിന് അതിനകത്ത് ഇട്ടു, കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ നമ്മൾ ആ പുളിയും മുളകും കൂടെ ഗ്രീൻ ചില്ലിയും കൂടെ ആഡ് ചെയ്തു. ഓക്കെ, ഈ തിളച്ച് വരുമ്പോൾ നമുക്ക് ആ മീൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം അത് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്, ബോയിൽ ചെയ്ത് വരുന്നുണ്ട്. നമുക്കിനി ഈ ഫിഷ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷിനെ നമുക്ക് പയ്യനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിത് ഒരു ഫിഷ് 2ആയിട്ട് കട്ട് ചെയ്ത് ഇട്ടേക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ വോൾ ഫിഷായിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. എടുത്ത് വെച്ച ഫിഷെല്ലാം അതിനകത്തോട്ട്
അരപ്പിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫിഷിന് ഒത്തിരി വേവൊന്നും വേണ്ട. ഓക്കെ, നോക്കാം ഒരു പാത്രം വെച്ച് നമുക്ക് അടച്ചു വെച്ചിട്ട് നോക്കാം എത്ര മിനിറ്റ് എടുത്തു. ഓക്കെ, പിന്നെ ഞാൻ ഫിഷിൻ്റെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഇത് ഒന്ന് ആവട്ടെ. ഫിഷിന് ഒത്തിരി വേവൊന്നുമില്ല. ഞാനൊരു പാത്രം വെച്ചിട്ട് ഒന്നിനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാൻ പോവാം. ഒരു പാൻ വെച്ചിട്ട് ആ ലാസ്റ്റ് ഒരാളുള്ള ഉലുവയും കറിയും കൂടെ ഒന്ന് വറുത്ത് വെച്ചിട്ട് നമുക്ക് അതിട്ട് കൊടുക്കും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ മീൻ ഒത്തിരി വേവണ്ട, ഒത്തിരി നേരം ഇട്ട് അതിനെ വേവിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒരു 10 മിനിറ്റ്സൊക്കെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ്സ് വേവിച്ചെടുത്താൽ മതി. ഓക്കെ, ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഉലുവ നമ്മൾ വറുത്ത് വെച്ചിട്ടില്ല, അതുകൂടെ ഇതിനകത്തോട്ട് ഉലുവയും ആ കറിയിലും കൂടെ വറുത്ത് വെച്ചത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് ആദ്യം തിളയ്ക്കണം, പിന്നെ ഒരു 10 മിനിറ്റ് നമ്മളിതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ച് കൊടുക്കുക. ഓക്കെ, ഞാൻ ആ ഉലുവ വറുത്ത് വെച്ചിട്ടില്ല, ഉലുവയും ആ കറി ലീഫ് കൂടെ വറുത്ത് വെച്ചത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോവാം. അവോലി വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ആ ഉലുവയും കറി ലീഫൊക്കെ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞൊരു 10 മിനിറ്റ്സ് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നോക്കുക. പിന്നെ എരിവൊക്കെ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെയൊക്കെ ആഡ് ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ സെർവിങ് ബൗളിലോട്ട് ഇനി മാറ്റാൻ പോവാം. എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നറിയാം. അങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു അവോലി കറി, പോംഫ്രെറ്റ് കറി റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സെർവിങ് ബൗളിലോട്ടൊക്കെ മാറ്റി വെച്ചേക്കുക. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഇപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചേക്കാൻ അടിപൊളിയായിട്ടിരിക്കുന്നു. അങ്ങനെ ഉണ്ടോ, അവോലി നന്നായിട്ടൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കുറച്ച് ചോറും കുറച്ച് ക്യാബേജ് തോരനൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുക. കുറച്ചെടുത്ത് ഗ്രേവിയും ഒക്കെ ആയിട്ടൊന്ന് കഴിച്ച് നോക്കട്ടെ. യമ്മി ആയിട്ടുണ്ട്. ഓക്കെ, നല്ല യമ്മി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഗ്രേവിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നല്ല യമ്മി ആയിട്ടുള്ളൊരു അവോലി പോംഫ്രെറ്റ് കറി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, നല്ല റിയലി ടേസ്റ്റി ആയിട്ടുണ്ട്, യമ്മി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഈ കോക്കനട്ട് ഫ്ലേക്സാണ് യൂസ് ചെയ്തത്. ഓക്കെ, ലക്ഷ്മി ബ്രാൻഡിൻ്റെ കോക്കനട്ട് ഫ്ലേക്സ്, ഡ്രൈ കോക്കനട്ട് ഫ്ലേക്സ് കിട്ടും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ എളുപ്പത്തിൽ ഇങ്ങനെ വറുത്തരച്ച് കറി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഫ്രഷ് കോക്കനട്ട് എടുത്തുണ്ടാകും, കുറച്ചുകൂടി ടൈം എടുക്കുന്നുള്ളൂ, പക്ഷെ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഇതും നല്ലതാണ്. നിങ്ങൾക്കിപ്പോൾ എളുപ്പത്തിലൊക്കെ ഒന്ന് വറുത്തരച്ച കറി ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനത്തെ ഡ്രൈ ഫ്ലേക്സ് കൊണ്ട് കോക്കനട്ട് ഫ്ലേക്സ് കൊണ്ട് ഉണ്ടാക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, നല്ല അമ്മയായിട്ടുണ്ട്, റിയലി ടേസ്റ്റി, അടിപൊളിയായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലൊരു എന്താ പറയുക അവോലി വറുത്തരച്ച കറി ഓർ പോംഫ്രെറ്റ് കറി ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ.